രാജപ്പ, രാജപ്പ, അമ്മച്ചി ഞാൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് കൂടുന്നുണ്ട് നിനക്ക്. എനിക്കറിയാം ഇതൊക്കെ ചെയ്യിക്കുന്നത് കുമാരേട്ടനാ. അയാൾക്ക് മേലും കീഴും നാണോ മാനും ഇല്ല. എന്താടി പറഞ്ഞേ? നാണവും മാനവും ഉള്ളതുകൊണ്ടാ നീയൊക്കെ രക്ഷപ്പെട്ടു പോണേ. മുറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടാത്തത് ചെയ്തു കുമാരെന്ന് പറയിപ്പിക്കണ്ടല്ലോ. അതെന്റെ ആണത്തത്തെ ബാധിക്കണ കാര്യ. കല്യാണത്തിന് സമ്മതിച്ചാ നിനക്ക് തന്നു. എന്തായാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നീ മറ്റൊരുത്തന്റെ ഭാര്യയാവില്ല. കല്യാണം കഴിഞ്ഞില്ലെങ്കിലേ അത് ഞാൻ സഹിച്ചോളാം. എന്നാലും നിങ്ങളുടെ ഭാര്യ അവൻ എന്നെ കിട്ടില്ല. എന്തിനാ പെണ്ണെ പൊന്നുപോലുള്ള ഈ ശരീരം എങ്ങനെ നശിപ്പിച്ചു കളയണേ? ഹലോ, നിനക്ക് മിണ്ടാനാവില്ല അല്ലേ? അതുകൊണ്ട് നിന്നെ ഞാൻ മിണ്ടാക്കുട്ടീന്ന് വിളിക്കും. ചിത്രം വരെയും നാട് തണ്ടലും അതാ എന്റെ പണി. ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും കണ്ടെത്താത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുകളിൽ കവിത വിരിയുന്ന, മനസ്സിൽ നൈർമല്യമുള്ള ഈ മിണ്ടാക്കുട്ടി. ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു നിന്നെ. ഒടുവിൽ ഇവിടെ ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുക. സത്യം, നിന്നെ തേടിയാണ് ഞാൻ അലഞ്ഞത്. എടുത്തോട്ടെ ഞാൻ ഈ മുത്തിനെ, എന്റെ ചിത്രങ്ങളുടെ നായികയായി, പിന്നെ എന്റെ സ്വപ്ന സഖിയായി. ജീവിതം മുഴുവൻ ഇങ്ങനെ കൊതി തീരെ സ്നേഹിച്ചോട്ടെ ഞാൻ. എന്നെ സ്നേഹിക്കോ നീ? എന്റെ ചിത്രങ്ങളുടെ വർണ്ണമായി